പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. നമുക്ക് പാഠപഠനത്തിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 കരുണാസമ്പന്നനായ സ്വർഗ്ഗവാഴ്ത്തപ്പെട്ട പിതാവേ, വീണ്ടും ഒരു ആശ്വരത്തിലായിരിക്കാനും ഇങ്ങനെ ആരാധിപ്പാനും സ്തുതിപ്പാനും നൽകിയ കൃപയ്ക്ക് അതിൻ്റെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പ. ദൈവമേ, അടിയങ്ങൾ പാവികളും ദൂഷ്യങ്ങളുമായിട്ടുള്ള ഇത്ര വലിയ സ്നേഹം അടിയങ്ങൾക്ക് അതിനൊരു സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അടിയങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ അടിയങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ. പഠിപ്പിക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാണം എന്ന അടിയങ്ങൾക്ക് ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ അപേക്ഷിക്കുന്നവരുടെ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലായിരിപ്പം തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് അതിൻ്റെ സ്തോത്രം ചെയ്യാം. ഈ ക്വാർട്ടറിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്, ക്രിസ്തുവിലുള്ള ഐക്യം. ഈ പാഠപഠനത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, റോമർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നീ ഭാഗങ്ങളെ ആധാരമാക്കിയാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ മനഃപ്പാഠവാക്യം 1 കൊരിന്ത്യർ 1:10. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1:10. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകം ജീവികൾ അത് സംഘമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറുമ്പുകളെ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഒരുമിച്ച് വരിവരിയായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നായ്ക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം എപ്പോഴും ഒരുമിച്ചാണ്. ഈ നായ്ക്കളെല്ലാം ഇങ്ങനെ കൂട്ടം കൂടി നടക്കുകയും പോവുകയും വരികയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോൾഫിനുകൾ, ചെന്നായ്ക്കൾ, ചിമ്പാൻസികൾ, അങ്ങനെയുള്ള എല്ലാം ഇങ്ങനെ സംഘമായിട്ട് ചേർന്നാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാമും അതുപോലെ സംഘമായിട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ മൃഗങ്ങളെ നോക്കിയാലും നമ്മളെ നോക്കിയാലും ചില കാര്യങ്ങളിൽ നമ്മൾ എല്ലാ ഒത്തൊരുമയോടെ ജീവിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നമ്മൾ പരസ്പരം വഴക്കടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് മൃഗങ്ങളായാലും ശരി നമ്മളായാലും ശരി അങ്ങനെ നമ്മൾ വഴക്കടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സംഘം ചേർന്ന് നിന്നാലും നമ്മളിൽ എന്തുണ്ട്, വൈരുദ്ധ്യമുണ്ട്, നമ്മൾ വഴക്കടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ട് എങ്കിലും നിങ്ങളെ ക്രിസ്തു എന്ന ഏക നാമത്തിൽ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്, വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇത്തരം ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കൊരിന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങളെ അപ്പോസ്തലനായ പൗലോസ് നേരിട്ടു. അദ്ദേഹം അതിനെ ക്രിസ്തുവിലെ ഐക്യത്തിലൂടെ അദ്ദേഹം എങ്ങനെയാണ് അതിനെ തരണം ചെയ്തതെന്ന് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മളോടുകൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സഭയിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ യോജിച്ചു പോകുവാൻ പറ്റാത്ത പരസ്പരം പോരടിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ സഭയിലും ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഓരോ സഭയെ പ്രതിനിധീകരിക്കുന്നവരാണ്. നമ്മുടെ സഭയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഭിന്നതകളും പിണക്കങ്ങളും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവണതകളെ നമുക്ക് എങ്ങനെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും? അത് ക്രിസ്തുവിലുള്ള സ്നേഹം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരുവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഭിന്നതകളും പിണക്കങ്ങളും ഒന്നുമില്ലാതെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മളിനി കൊരിന്ത്യ സഭയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്താണ്
നമ്മുടെ മനപ്പാഠവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഏക മനസ്സുള്ളവരും ഏക അഭിപ്രായമുള്ളവരുമായിരിക്കണമെന്ന് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എന്ത് ചെയ്യുകയാണ്, പ്രബോധിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു ഐക്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിലുള്ള ഐക്യത്തെക്കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മളിന്ന് വായിച്ചു നോക്കുമ്പം 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കേട്ടിരിക്കുന്നു. അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാനൊരു വാർത്ത കേട്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച്. അത് കേൾവി മാത്രമല്ല, അത് സത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഭയിൽ നിങ്ങൾ സംഘം തിരിഞ്ഞ് നിന്നുകൊണ്ട് ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരനാണെന്നും അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനാണെന്നും കേഫാവിൻ്റെ പക്ഷക്കാരനാണെന്നും ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് അവിടെ ഒരു ചോദ്യം അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്നത്, ക്രിസ്തു എങ്ങനെയാണ് വിഭാഗിക്കപ്പെട്ടിരിക്കുന്നത്? ക്രിസ്തുവിനെ വിഭാഗിക്കപ്പെടുവാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. നിങ്ങളുടെ ഇടയിൽ ഇത്തരമുള്ള ഭിന്നതകളെ നിങ്ങൾ മാറ്റണമെന്ന് അദ്ദേഹം അവിടെ അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ കൊരിന്ത്യ സഭയിൽ നോക്കുകയാണെങ്കിൽ അവിടെ പല തരത്തിലുള്ള ഭിന്നതകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് അവിടെ പറഞ്ഞിരിക്കുന്നു, അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നതായിട്ട് കാണുന്നു. അതായത് അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു വ്യവഹാരം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണേണ്ടതിന് അവരെന്ത് ചെയ്യുന്നു, അവിശ്വാസിയായ ആളുകളെ കൂട്ടുപിടിച്ച് സഭയിൽ കൊണ്ടുവന്ന് ആ പ്രശ്നത്തിന് അവർ പരിഹാരം കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇത്രയ്ക്ക് അധപതിച്ചു പോയത്? നിങ്ങളുടെ ഇടയിൽ ഒരു ജ്ഞാനി ഇല്ലയോ? അതായത് നമുക്കറിയാം, മനുഷ്യർ പല സ്വഭാവങ്ങളുള്ളവരാണ് അല്ലേ? നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ വിദ്യാഭ്യാസം അല്ലെ, വ്യത്യസ്തമായ സാമൂഹിക മത രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും ഈ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് അത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ ഒരു സത്യത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ അനുകരിച്ച് നടക്കുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വെളിയിലുള്ള ഒരാളുടെ സഹായം ഈ കാര്യത്തിന് ചോദിച്ചിരിക്കുന്നതെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് വിശ്വാസിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം വിശ്വാസികൾ തന്നെ എന്ത് ചെയ്യണം? തീർക്കണം. അല്ലാതെ ഒരു അവിശ്വാസി അവിടെ വന്ന് ആ പ്രശ്നം തീർക്കുവാൻ എന്ത് ചെയ്യില്ല, വരുവാൻ പാടില്ല. കാരണം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്നോ അവൻ്റെ ന്യായപ്രമാണം എന്താണെന്നോ അതെങ്ങനെയാണ് നമ്മൾ അനുസരിക്കേണ്ടതെന്നോ അവൻ എന്ത് ചെയ്യത്തില്ല, ആ വരുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയില്ല. അവൻ ഈ ലോകത്തിനനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇടയിൽ ന്യായം വിധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, നമ്മുടെ ഇടയിൽ വിശ്വാസികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അവിശ്വാസിയുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് കൊണ്ടുവരുവാൻ പാടില്ല. കാരണം ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിശുദ്ധന്മാരെ ന്യായം വിധിക്കുവാൻ അല്ലെങ്കിൽ ദൂതന്മാരായുള്ളവരെ ന്യായം വിധിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ഈ ലോകത്ത് നിങ്ങളായിരിക്കുമ്പോൾ വിശ്വാസികളായ നിങ്ങൾ അവിശ്വാസികളുടെ സഹായം ഒരിക്കലും നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ അന്വേഷിക്കുവാനായിട്ട് പാടില്ല എന്നോട് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇനി നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ അത്താഴം ഭക്ഷിപ്പാൻ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്, ഭിന്നതയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ തിരുവത്താഴം നമ്മൾ 3 മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും തിരുവത്താഴം എടുക്കുന്ന ആൾക്കാരാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ
നമ്മുടെ സഭയിലും ഇത്തരത്തിലുള്ള ഭിന്നതകളുണ്ട്. നമുക്കറിയാം ചില ആളുകൾ, ചില വ്യക്തികളുടെ കാലുകൾ മാത്രമേ കഴുകൂ, അവരുമായിട്ട് മാത്രമേ അവർ തിരുവത്താഴം എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ നമ്മുടെ സഭകളിലും ഒക്കെ ഉണ്ട്. ഓരോ വ്യക്തികളിലും ഇത്തരമുള്ള പ്രവണതകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു ക്രിസ്തുവിൻ്റെ അത്താഴം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നത്, അത് ഒരുമനപ്പെട്ട് ഒരേ മനസ്സോടുകൂടി എടുക്കേണ്ട ഒന്നാണ്. ആ സന്ദർഭത്തിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിച്ചിരിക്കുവാനായിട്ട് അവിടെ സാധിക്കുന്നില്ല. അതായത് ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിത രീതി അതിനനുസരിച്ച് മാറ്റണമെന്നും നമ്മുടെ ഉള്ളിലുള്ള ഭിന്നത നമ്മൾ ദൂരീകരിക്കണം എന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ഭിന്നതകളെ നമുക്ക് ദൂരീകരിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് നമുക്കത് സാധിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളെ വിളിച്ചിരിക്കുന്നത് ആരാണ്? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന പാറയിലാണ് നാം അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകനെന്നും ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരു രക്ഷയില്ല എന്നും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം ഓരോരുത്തരും എന്ത് ചെയ്യുകയാണ്, അംഗീകരിക്കുകയും ക്രിസ്തു എന്ന സഭയിൽ നമ്മുടെ അടിസ്ഥാനം ഇട്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എവിടെ കാണണം? നമ്മൾ ഓരോരുത്തരിലും ഇവിടെ കാണണം, അല്ലേ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളില്ല എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, പറയുവാനായിട്ട് സാധിക്കത്തില്ല. അതായത് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ഇപ്പം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. ഇനി അപ്പോസ്തലനായ പൗലോസ് കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നുവെന്നാണ് അവിടെ പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണെന്നാണ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. അപ്പോൾ ക്രിസ്തു എന്ന തലയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇത് കുറച്ചു നേരം മറച്ചു വയ്ക്കാം, ഇത് വേണ്ടാത്തതാണ് എന്ന് നമുക്ക് പറയുവാൻ എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. കാരണം ഏറ്റവും ബലഹീനമെന്ന് നമ്മൾ കരുതുന്ന അവയവം പോലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇപ്പം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തു എന്ന തലയോട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ശരീരത്തിലെ എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളാണ് നാം ഓരോരുത്തരും, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നും വേണ്ട എന്ന് വയ്ക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഏറ്റവും ബലഹീനനായ വിശ്വാസിക്ക് പോലും എന്തുണ്ട്? ആ സഭയിൽ ഒരു ഭാഗം നിർവഹിക്കാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരെയും മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കത്തില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്, അല്ലേ? ഇപ്പം നമ്മൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയും, നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ നമ്മൾ ജീവിക്കുന്ന പോലല്ല തമിഴ്നാട്ടിൽ അവർ ജീവിക്കുന്നത്. അവരുടെ സംസ്കാരം വേറെയാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ആന്ധ്രയിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ സംസ്കാരം വേറെയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ വേറെയാണ്. പക്ഷെ നമ്മളെല്ലാവരും ആരാണ്? എല്ലാവരും ഇന്ത്യക്കാരാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വൈരുദ്ധ്യങ്ങൾ അനേകമുണ്ട് എങ്കിലും അതിലൊരു ഐക്യം കണ്ടെത്തുവാൻ എന്ത് ചെയ്യണം? ഓരോ ക്രിസ്ത്യാനിയും ശ്രമിക്കണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ്
പറയുന്നത്. അതായത് ക്രിസ്ത്യാനി എന്നവർക്ക് എന്തുണ്ടായിരിക്കണം? ഏക മനസ്സും ഏക അഭിപ്രായവും നമുക്കുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണോ ഈ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം കണ്ണിൻ്റെ കണ്ണ് ചെയ്യുന്ന കാര്യം കണ്ണിന് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ കുറച്ച് നേരം ചെവി കൂടെ നമുക്ക് കാണാമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ ഓരോ സഭയിലുള്ള ഓരോ വ്യക്തികൾക്കും ദൈവം ഓരോ കഴിവുകളും ഓരോ താലന്തുകളും കൊടുത്തിരിക്കുന്നു. അത് അവർ ഉപയോഗിക്കുന്നു. നമ്മളെല്ലാവരും ചിലപ്പോൾ ചെറിയ താലന്തുള്ളവരെ പോലും നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, മാറ്റി നിർത്തുവാൻ പാടില്ല. കാരണം അവരും എന്തിന് യോഗ്യരാണ്? ദൈവരാജ്യത്തിന് അവരും യോഗ്യരാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണം പറഞ്ഞു ആരെയും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളിനി ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജ്ഞാനവും പക്വതയും എന്ന ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യത്തിന് വേണ്ടിയും വാശി പിടിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ ഒരു പെൻസിൽ കഷ്ണത്തിന് വേണ്ടിയായിരിക്കും, ചിലപ്പോൾ ഒരു കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ എടുത്തിരിക്കുന്ന കല്ല് വേറൊരാൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയും, വെറുതെ ഇരുന്ന് കരയും. നമുക്കറിയാം ഇഷ്ടംപോലെ കല്ലുകൾ അവിടെ കിടപ്പുണ്ട്, വേറെ അതേ ഒരു കല്ല് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുട്ടികളാണ്, നമുക്ക് അറിവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ വലുതായി നമുക്ക് തിരിച്ചറിവുണ്ടാവുമ്പോൾ ഇതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളാണ് എന്നും ഇതൊക്കെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയും പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യുന്നു, നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ച് മൈൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വളരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ വരുന്ന ഈർഷ്യയും പിണക്കവും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ പാടില്ല. അതായത് ഒരു ക്രിസ്ത്യാനിയെ നമ്മൾ അളക്കുന്നത് അവൻ എത്ര വർഷം ക്രിസ്ത്യാനിയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല അല്ലേ? നമുക്ക് അങ്ങനെ അളക്കുവാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്? അതായത് ആത്മീയമായി പക്വത വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യാനിയായി എത്ര വർഷം നമ്മൾ ഇരുന്നു എന്നുള്ളതല്ല, മറിച്ച് എത്ര നന്നായി നമ്മൾ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ എത്ര നന്നായി അറിഞ്ഞു, അതിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾ എത്ര നന്നായി ശ്രമിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആത്മീയ പക്വത ഇരിക്കുന്നത്. അതായത് ഒരാൾ 30 വർഷം ക്രിസ്ത്യാനിയായി ജീവിച്ചാലും അദ്ദേഹത്തിൽ ആ ഗുണങ്ങൾ, ക്രിസ്തുവിൻ്റെ ഗുണങ്ങളൊന്നും വരണമെന്നില്ല. കാരണം ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനും ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ആത്മീയമായ ഒരു പക്വതയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ആത്മീയമായ പക്വതയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കില്ല, നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഈർഷ്യയോ പിണക്കമോ യാതൊന്നും നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യില്ല, ഉണ്ടായിരിക്കില്ല. നമുക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും ജഡികന്മാരെ പോലെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അതായത് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. അതായത് അവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിൽ വന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും പിണക്കവും ഉണ്ട് എങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയാണ്, നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവുമില്ല, നിങ്ങൾ അവരെ പോലെ ജഡികന്മാരാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈർഷ്യയും പിണക്കവും ഒന്നും വരുവാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും മോഷ്ടിക്കുന്നതിനെ വലിയൊരു പാവമായി, വ്യഭിചാരത്തെ വലിയൊരു പാവമായി നമ്മൾ കാണുന്നു, വിഗ്രഹാരാധനയെ നമ്മൾ വലിയൊരു പാവമായി കാണുന്നു. ഇങ്ങനെ പല പാവത്തെയും നമ്മൾ വലിയ പാവമായി കാണാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടേതായ ചില അസൂയ, പിണക്കം, കുശുമ്പ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ നമ്മൾ വളരെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് വളരെ വലിയൊരു പാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്യണം, വിട്ടുകളയണം ജീവിതത്തിൽ. അങ്ങനെ വിട്ടുകളയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ
എന്തിന് സാധിക്കണം? ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം. അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്. നമ്മൾ ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു സമാനമായ ദാസ്യത്വം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രിസ്തു എങ്ങനെയാണോ ദാസരൂപം എടുത്തത്, അതുപോലെ സമാനമായ ഒരു മനോനില നമുക്കും എന്ത് ചെയ്യണം? ഉണ്ടാകണം എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ ഓടി വരും, അല്ലേ? പല കാര്യങ്ങൾ വരും. അതിൽ നമുക്കറിയാം, ക്രിസ്തു എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, ദയയുടെ, സഹനത്തിൻ്റെ, താഴ്മയുടെ, അല്ലേ? ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ആര്? ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ എന്ത് ഭാവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ വിവരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്തു ചെയ്തു? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി എന്തു ചെയ്തു എന്നാ പറയുന്നത്? മരണത്തോളം, അതായത് ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടായിരുന്നു? കർത്താവായ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളും എല്ലാം ജീവിച്ചിരിക്കുന്നത് എന്തിൻ്റെ ഇതിലാണ്? ഈ കർത്താവായ യേശുക്രിസ്തു എനിക്കും നിനക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്കും വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ നാം, ക്രിസ്തുവിനെ ധരിക്കുവാൻ തീരുമാനിച്ച നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്നും പഴയതിന് അതിൽ സ്ഥാനമില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? താഴ്മയുള്ളവനായിരിക്കണം, അല്ലേ? അതായത് താഴ്മയുള്ള മനോഭാവത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നേക്കാൾ വലിയവനാണ്, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ലവനാണ് എൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസി എന്നുള്ള ഒരു ഉൾബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള പിണക്കങ്ങളും ഈർഷ്യകളും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. നമ്മൾ പരസ്പരം സഹിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും പരസ്പരം ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ സഭകളിൽ നമ്മൾ പലതിൻ്റെ കാരണത്താൽ, ചിലപ്പോൾ സാമ്പത്തികമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, ചിലപ്പോൾ ജാതീയമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇടയിലെല്ലാം ചെറിയ സംഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ചില പാസ്റ്റർമാരോട് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചിലരെ തീരെ വെറുപ്പാണ്. ഇങ്ങനെ പല തരത്തിലുള്ള വിശ്വാസി സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം നമ്മുടെയൊക്കെ സഭകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷം പാസ്റ്ററോട് കൂടെയും മറ്റൊരു പക്ഷം പാസ്റ്ററെ വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ, ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്തരത്തിലുള്ള ഭിന്നതകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ചെടിയന്മാരാണ്. നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പകയുണ്ട്, പിണക്കമുണ്ട്, ജാരശങ്കയുണ്ട്, ദുശ്ചിന്തയുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെയുള്ളവർ, അതായത് ഇത്തരക്കാർക്ക് ദൈവം കൊടുക്കുന്ന ന്യായം, എന്ത് ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അത് പ്രവർത്തിക്കുകയും അത് പ്രവർത്തിക്കുന്നവരിൽ നിങ്ങൾ പ്രസാദിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത്
നമ്മൾ പലരും ഇത്തരത്തിലുള്ള ഈർഷ്യയും ഭിന്നതയും പിണക്കവും ഒക്കെ വെച്ചിരിക്കുന്നവരോട് നമ്മൾ പലപ്പോഴും എന്താണ് ഒരു അനുകൂല മനോഭാവം കാണിക്കുന്നവരാണ് നമ്മളെന്നാണ് പറയുന്നത്. അത് ദൈവം അത് വെറുക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? പൂർണ്ണമായി മാറി നിൽക്കുക. ഇത്തരത്തിലുള്ള ഭിന്നതകളും പ്രയാസങ്ങളും ഒന്നും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവസരപ്പെടുത്തുവാൻ ഇടവരുത്തരുത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പം, അതായത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രൂശിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ക്രൂശിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയായിരിക്കണം ഓരോ സഭാ നേതാക്കന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സംഘം ചേർന്ന് അല്ലെങ്കിൽ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരനെന്നും ഞാൻ കേഫാവിൻ്റെ അല്ലെങ്കിൽ പൗലോസിൻ്റെ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരനെന്നും പറഞ്ഞ് ഓരോരുത്തരും സംഘം തിരിഞ്ഞു നിന്ന് ഇതായിട്ട് നിൽക്കുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ നിങ്ങൾ നിൽക്കുന്നതിന് ഞാൻ എതിര് പറയുന്നുവെങ്കിലും നിങ്ങൾ എന്തുണ്ടായിരിക്കണം? സഭയിലെ അല്ലെങ്കിൽ സഭാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരോട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? അവരെ സഹായിക്കുവാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. അവരെ നിങ്ങൾ അഭിനന്ദിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് ഒരു യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷകൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതെന്താണെന്നാണ് പറയുന്നത്? അത് കഷ്ടതയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മുടെ സഭാ ശുശ്രൂഷകന്മാരെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും അവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സുവിശേഷ വേല ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ മറ്റ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ആരും നമ്മളെ എന്ത് ചെയ്യത്തില്ല, ആരും നമ്മളെ കളിയാക്കത്തില്ല, അല്ലെങ്കിൽ നമ്മളെ നിരാശപ്പെടുത്തി ആരും വിടത്തില്ല. കാരണം നമ്മളൊരു ജോലി നമുക്കറിയാം, നമ്മളത് ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും സുവിശേഷവുമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ സുവിശേഷ പ്രവർത്തകർക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരും. പലതരത്തിലുള്ള കളിയാക്കലുകൾ ഒക്കെ അവർക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുവാൻ നാം ഓരോ വിശ്വാസികളും ശീലിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ സുവിശേഷകന്മാർക്കും ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതായിരിക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. നമ്മളിപ്പം പൗലോസിൻ്റെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എന്തൊക്കെ സഹിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി സഹിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് പൗലോസായ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ അടി കൊണ്ടു, അല്ലേ? ഞാൻ വിശന്നിരുന്നു, ഉറക്കളച്ചു, പല തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നുപോയി എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്ന ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഇരുന്ന് വായിക്കണം. അപ്പോൾ ഇതൊക്കെയും പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സഭയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വളരെയധികം കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചു എന്ന് അവിടെ പറയുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കയ്യാൽ വേല ചെയ്തിട്ട് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും ഇന്ന് വരെ ലോകത്തിൻ്റെ അഴുക്കായും ഇരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ക്രൂശ് നിമിത്തം അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ വിശന്നു, ദാഹിച്ചു, എനിക്കെന്താ ഉടുക്കാനില്ലാതെയും ഉണ്ണാനില്ലാതെയും ഞാൻ ഇരുന്നു, എനിക്ക് സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചാണ് ഞാൻ വേല ചെയ്തത്. എന്നിട്ടും ഞങ്ങൾ
എന്ത് ചെയ്തു? പലരിൽ നിന്ന് ഞങ്ങൾക്ക് ശകാരം കേട്ടു, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തില്ല? തിരിച്ച് അവരോട് എതിർത്ത് നിന്നില്ല. ഞങ്ങളെ ശകാരിക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്തു? ആശീർവദിച്ചു. ഉപദ്രവം ഏറ്റിട്ട് സഹിച്ചു ഞങ്ങളത്. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ലോകത്തിൻ്റെ ചവറാണെന്നും അഴുക്കാണെന്നും ഇന്ന് വരെയും ആര് വിശ്വസിക്കുന്നു? അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുകയാണ്, ഞങ്ങളെ അങ്ങനെയാണ് എണ്ണിയത്, വെറും ചവറും അഴുക്കുമായിട്ടാണ് ഞങ്ങളെ എണ്ണിയത്. പക്ഷെ ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്? ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എൻ്റെ 12-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ 12-13 അവിടെ പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 13-ാം അധ്യായം തോന്നുന്നു, സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് നമുക്ക് സ്നേഹമില്ല എങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം സഹിക്കുവാനും ക്ഷമിക്കുവാനും അല്ലേ, പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇപ്പം നമ്മളെ ഒരാൾ, ഇപ്പം സഭയ്ക്കുള്ളിൽ നിന്ന് നമ്മളെ ഒരാൾ നമ്മളെക്കുറിച്ച് ദൂഷണം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാലും അവരോട് സഹിക്കുവാനും അവരെ സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഈ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിക്കത്തുള്ളൂ. ക്രിസ്തു നമ്മളിൽ ഇല്ല എങ്കിൽ അവർ 2 പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10 തിരിച്ചു പറയാതെ നമുക്ക് സമാധാനം വരത്തില്ല. പക്ഷേ ഒരിക്കൽ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ രുചിച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം എൻ്റെ ബലഹീനതകൾ എന്താണ്, എൻ്റെ കുറവുകൾ എന്താണെന്നറിയാം. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ അറിയാം. നമ്മൾ മറ്റുള്ളവരെ തട്ടിച്ച് നോക്കുമ്പം നമുക്ക് അഹങ്കരിക്കുവാനോ നമുക്ക് എനിക്ക് അങ്ങനെയാണെന്ന് പറയുവാനോ നമുക്കൊന്നുമില്ല. നമ്മളെല്ലാം കുറവുകളും ബലഹീനതകളും ഉള്ള മനുഷ്യരാണ് അല്ലേ? അപ്പോൾ പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. നമ്മളെപ്പോഴും ഓർക്കുക, ദൈവം എങ്ങനെയാണോ നമ്മൾ ഒരു മോഷണത്തെ ദൈവം എങ്ങനെയാണെന്നോ കാണുന്നത്, വിഗ്രഹാരാധന എങ്ങനെയാണോ കാണുന്നത്, എങ്ങനെയാണ് മറ്റ് പാപത്തെയൊക്കെ കാണുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള അസൂയ, പക, പിണക്കം, ഇങ്ങനെയുള്ള കുശുമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ദൈവം കാണുന്നത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇത് 10 കൽപ്പനയ്ക്കകത്ത് അസൂയയും കുശുമ്പിനെയും കുറിച്ചും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 10 കൽപ്പനയ്ക്കകത്ത് ഇതെല്ലാം അടങ്ങിയിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അതിൻ്റെ പല പല വഴികളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യുവാനായിട്ട് പാടില്ല. നമ്മുടെ ഇടയിൽ ഭിന്നതകളുണ്ടെങ്കിൽ, നമ്മുടെ സഭയിൽ ഭിന്നതകളുണ്ടെങ്കിൽ ഇത് നല്ല സമയമാണ് ആ ഭിന്നതകളെയൊക്കെ മാറ്റുവാനായിട്ട്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ പാഠം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ഒരു അന്ത്യകാലത്തേക്ക് ഈ പാഠങ്ങളൊക്കെയും ഒരുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വളരെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് നമ്മളെ തുറന്നു കാട്ടുന്ന പാഠങ്ങളാണ് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് ഈ ക്വാർട്ടറുകളിലൊക്കെയും നമുക്ക് കിട്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ പാഠങ്ങളൊക്കെയും പഠിച്ച് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, താഴ്മയുള്ളവരായി, സകലതും ക്ഷമിക്കുവാനും സകലതും പൊറുക്കുവാനും സ്നേഹത്തിലെല്ലാം ക്ഷമിക്കുവാനും നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി തീരുന്നത്. നമ്മുടെ ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം തന്നെ ക്രിസ്തീയ ജീവിതവും സാക്ഷ്യത്തിൻ്റെ സാരാംശവും എന്നാണ്. അപ്പം നമ്മളെ കാണുന്നവർ പറയണം, അവൻ ക്രിസ്ത്യാനിയാണ്, അവന് പുതിയൊരു സൃഷ്ടിയാണ്, അവൻ്റെ ഉള്ളിൽ പകയില്ല, പിണക്കമില്ല, എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവർക്കും വേണ്ടി കരുതുകയും ചെയ്യുന്നവരായിട്ട് ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.